മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ് 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയെന്ന് പറഞ്ഞാണ് NIA സംഘം മകനെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് പിടിയിലായ SDPI പ്രവർത്തകൻ ഇർഷാദിന്റെ അമ്മ പറയുന്നു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് 4 പേരെയും NIA കസ്റ്റഡിയിലെടുത്തത്. ചെറിയ 4 കുട്ടികളാണ് കൊണ്ടുപോകല് പറഞ്ഞത്. അപ്പോൾ മോനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഞങ്ങളോടെ ഒന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ടിരുന്നു. അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. താഴത്ത് വീട്ടിലേന് ഇവിടെ ഇത് ഞങ്ങളെ തറവാടാണ്. എത്ര ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു? പോലീസ് ഒരു 8 ആളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. വണ്ടിയിലുണ്ട്. മോനെ വണ്ടി കയറ്റി വന്നതിൻ്റെ ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടില്ല. നിങ്ങൾ അമ്മയാണോ? ഞാൻ അമ്മയാണ്. എൻ്റെ വലിയ മോനാണ്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡി എന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ആനക്കോട്ടുപുറം ഇർഷാദ്, കിഴക്കേത്തല സൈദലവി, മംഗലശ്ശേരി ഖാലിദ്, ഷിഹാബുദ്ദീൻ ചെങ്ങര, ഇങ്ങനെ 4 പേരെയാണ് NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ പുലർച്ചെ 3 മണിയോടെയാണ് ഇവരുടെ വീടുകളിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റൊരു പ്രവർത്തനയ്ക്ക് വേണ്ടിയും ഇവർ NIA അന്വേഷണം നടത്തിയെങ്കിലും അയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഇതിൽ ഖാലിദ് എന്ന യുവാവ് സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളാണ്. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിലുള്ള ആളാണ്. മഞ്ചേരി സ്വദേശിയാണ്. ഇവരൊക്കെ പരസ്പരം ഇതുവരെ ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയതാണ് ഇവർക്ക് നേരെ ചുമത്തപ്പെട്ട അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനാണ്, അന്വേഷിക്കുവാനാണ് അവരെ കസ്റ്റഡി എടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത യുവാക്കളുടെ വീട്ടുകാരോട് അവരെ കുറ്റക്കാരല്ലെങ്കിൽ തിരിച്ചയക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയതെന്നാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. ഈ മറ്റേതെങ്കിലും കേസുകൾ, ശ്രീനിവാസൻ വധത്തിന് പുറമെ മറ്റേതെങ്കിലും കേസുകൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ കസ്റ്റഡി എന്നും അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ മാസമാണ് മലപ്പുറത്ത് വിവിധ ഇടങ്ങളിൽ SDPIയുടെ ഓഫീസുകളിലും മറ്റും റെയ്ഡ് നടത്തി നിരവധി രേഖകളും മറ്റും പിടിച്ചെടുത്തത്. ഒരുപക്ഷെ ഏതെങ്കിലും കേസുകളിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് അവർക്ക് സാമ്പത്തിക സഹായമോ മറ്റേതെങ്കിലും നൽകിയത് കുറ്റമായിരിക്കാം ഇവർക്കെതിരെ ഉള്ളത് എന്നാണ് അറിയുന്നത്. ഇവരാരും തന്നെ വലിയ സജീവമായിട്ട് നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരല്ല എന്ന വിവരമാണ് SDPIയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാണെങ്കിലും പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ പരിശോധനകൾ അതിരാവിലെ തന്നെ പൂർത്തിയാക്കി NIAയുടെ കൊച്ചിയിലെ സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.